ഹലോ ഡിയേഴ്സ്, നമ്മളൊരു റീസ്റ്റോക്ഡ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. റീസ്റ്റോക്ഡ് കളക്ഷനിൽ നിന്ന് കളർ ഷെയ്ഡ്സ് കൂടി. ലാസ്റ്റ് ടൈം കണ്ടത് നമ്മൾ ബ്ലാക്കിന്റെ 2 കളർ ഷെയ്ഡ്സ് ആണ് കണ്ടത്. ഹെവി ബ്രാസോ ദുപ്പട്ടയാണ്. ഇപ്പോൾ വന്നിട്ട് 4 കളർ ഷെയ്ഡ്സ് ഉണ്ട്. ലാസ്റ്റ് ടൈം കണ്ട സെയിം ബ്ലാക്കിന്റെ 2 കളർ ഷെയ്ഡ്സ് വിത്ത് അഡീഷണൽ ഒരു ടെറാക്കോട്ടയും നല്ലൊരു റാണി പിങ്ക് പോലത്തെ ഒരു കളർ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് ബ്ലാക്കിൽ വന്നിട്ട് നിങ്ങൾക്കറിയാം എംബ്രോയിഡറി പാറ്റേൺ, അതായത് ലൈറ്റ് വേരിയേഷൻ ഉള്ളതുണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നിൽ വരുമ്പം കുറച്ചുകൂടെ പീച്ചിന്റെ ഒരു കോമ്പിനേഷൻ കൂടുതലായിട്ട് എംബ്രോയിഡറി വരുന്നു. ഇതിൽ വരുമ്പം ഈ ഒരു വൈറ്റ് ത്രെഡ് കൂടുതലായിട്ട് വരുന്നു. അതായത് ബ്രാസോ ദുപ്പട്ടയിൽ ഏത് കളേഴ്സ് ആണ് കൂടുതലാണ് വന്നിരിക്കുന്നത് ആ കളേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോപ്പും എംബ്രോയിഡറി കോമ്പോസ് കൊടുത്തേക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ബ്ലാക്ക് തന്നെ നോക്കാം. ആദ്യമേ തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഈ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് നോക്കിയാൽ ഇതിൽ കുറച്ചുകൂടി ഈ ഒരു ഡസ്റ്റി ഓഫ് വൈറ്റ് പോലത്തെ ത്രെഡിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോമ്പിനേഷൻ ഒക്കെ സെയിം ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള PV സിൽക്ക്, റോമൻ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഫാബ്രിക് ആണ്. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ വളരെ കൂളിംഗ് ഇഫക്റ്റ് ഉള്ള ഒരു ഫാബ്രിക് ആണിത്. വളരെ ഏത് കണ്ടീഷനിലും ഏത് സ്ഥലത്തുള്ളവർക്കാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ. ആൻഡ് ഇനി ദുപ്പട്ട നോക്കിയാൽ മതി, വളരെ ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ബ്രാസോടെ തന്നെ വളരെ ഹെവി വീവിങ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇതേപോലെ വരും. ഇതിന്റെ തന്നെ സ്റ്റൈലിൽ ലേസർ പ്രിന്റ് ചെയ്ത ദുപ്പട്ടയും വരുന്നുണ്ട്. അതിന് കുറച്ചുകൂടെ പ്രൈസ് റേഞ്ച് കുറവായിരിക്കും. ഇത് ഫുള്ളും വീവ് ചെയ്തേക്കുന്നതാണ്. ഫുൾ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നതാണ് ഇതിന് റേറ്റ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇതേപോലെ നിൽക്കും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ്. അടുത്ത വന്നിരിക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് തന്നെ. ഇതിനെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യോക്കിൽ നോക്കിയാൽ മതി, ആ ഒരു എംബ്രോയിഡറി കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആ കോമ്പിനേഷൻ തന്നെയായിരിക്കും ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. 2.6 ആണ് ടോപ്പിന്റെ ലെങ്ത്. ആൻഡ് വളരെ വിത്തുള്ള ഫാബ്രിക് ആണ്. 5X കൂടുതൽ വണ്ണമുള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ മെറ്റീരിയൽസിൽ വന്നിട്ട് ഇതുണ്ടോ. അപ്പം ഇതിൽ കൂടുതലും വൈറ്റിന് പകരം ഈ പീച്ച് റെഡ് പോലത്തെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ദുപ്പട്ടയിൽ ചെയ്തേക്കുക. ആൻഡ് ലാസ്റ്റ് ടൈം ചെയ്തപ്പം 1580 ആയിരുന്നു ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഈ തവണ നമ്മളുടെ അഡീഷണൽ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഹെവി ആയിട്ട് റീസ്റ്റോക്കും വന്നേക്കുന്നുണ്ട്. 1480 ആണ് ഈ ഒരു ഹെവി സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ലേസർ പ്രിന്റ് അല്ല, ലേസർ പ്രിന്റ് വന്നേക്കുന്ന ദുപ്പട്ടയുണ്ട്. ഇത് വീവിങ് ആണ്. ബാക്ക് നോക്കി അത്യാവശ്യം മനസ്സിലാവും തോന്നുന്നു. ഹെവി ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. ഒരുപാട് കളർ കോമ്പിനേഷനിൽ ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം സാൻഡോൺ ഫാബ്രിക് ആണ്, ബ്ലാക്ക് ഷെയ്ഡ്. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഡാർക്ക് ഓറഞ്ച് എന്ന് പറയത്തില്ല, ഓറഞ്ച് ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡാണിത്. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. ടെറാക്കോട്ടയൊന്നും അല്ല, ഓറഞ്ച് ഒരു കളറിൻ്റെ കൂടെ ബ്ലെൻഡ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഷെയ്ഡാണ്. ഭയങ്കര ഇടിവെട്ടായിട്ട് നിൽക്കുന്നതല്ല. അതിൽ കോമ്പിനേഷൻസ് നോക്കിക്കോളൂ, എംബ്രോയിഡറി കോമ്പിനേഷൻസ്. ആ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും ഇതിൽ ദുപ്പട്ടയിൽ കൊടുത്തേക്കുക. ഇതാണ് ദുപ്പട്ട. ഇതിൽ കോൺട്രാസ്റ്റ് ആണ് ഇതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിട്ട്. ഇതുപോലെ ബേസ് ഈ കളർ വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയും ബോട്ടും. കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ റാണി പിങ്ക് ഒക്കെ പോലെ നിൽക്കുന്ന എക്സാക്ട് റാണി പിങ്ക് അല്ല കേട്ടോ. അതൊക്കെ കണ്ടത് നല്ല കളർ ഷെയ്ഡാണ്. ഭയങ്കര അടിപൊളിയാണ് ഈ ഫാബ്രിക്. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്, വളരെ തണുപ്പുള്ള ഫാബ്രിക് ആണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അതായത് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷനിലായിരിക്കും ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കും. അപ്പോൾ ഇത്രയും കളേഴ്സ്. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.